ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വർഷം കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഒരു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മകൾ IAS ടോപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ തൊഴിലുറപ്പിന് പോകുന്ന പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഭൂരിഭാഗവും മക്കളുടെ പഠിത്തത്തിനും അല്ലെങ്കിൽ എന്താ പറയുക ദൈനംദിന ജീവിതത്തിനും വേണ്ടിയായിരിക്കും തൊഴിലുറപ്പിനെ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. അപ്പം അങ്ങനെ പഠിപ്പിച്ച ഒരു മോള് IAS നേടി. IAS നേടിയത് മാത്രമല്ല, IAS പരീക്ഷയിൽ 54 റാങ്കോട് കൂടി നേടിയിട്ടുള്ള കാര്യം നിങ്ങളെ എല്ലാവരും അറിയുന്നത്. പലരും പല ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് വന്ന ന്യൂസ് ആയിരിക്കും. അപ്പൊ അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അതായത് വെറുമൊരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഒരാൾക്ക് രാജ്യത്തെ പരമോന്നത പരീക്ഷയായ പലരും കരുതുന്ന IAS പരീക്ഷയിൽ ഉന്നത റാങ്ക്, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉന്നത കോച്ചിങ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന ഇപ്പോഴുള്ള IPS ഉദ്യോഗസ്ഥരുടെ മക്കൾ ഉൾപ്പെടെ ഉള്ളവരുമായി മത്സരിച്ച് ജയിക്കുക എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ എന്താ പറയാ, ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ പല ട്രെയിനിങ്ങും പല സ്പെഷ്യൽ കെയറിംഗ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അതിനു വേണ്ടിയിട്ട് നല്ല ഫണ്ടൊക്കെ ചെലവാകും. അപ്പം എന്താ പറയാ, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മകളായതുകൊണ്ട് തന്നെ അവർക്ക് അതായത് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ വാർത്ത നിങ്ങൾ എല്ലാരെയും അറിയിക്കുകയാണ്. പിന്നെ നമ്മൾ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ്. മേറ്റുമാരെ കൂലി പലരും വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്നാ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മേറ്റുമാരെ കൂലി എന്തായാലും ഈ മാസം വരാൻ സാധ്യതയില്ല. അപ്പോൾ നിലവിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതൊക്കെ കിട്ടേണ്ടിണ്ട്. അപ്പൊ ഈ മാസം വരാൻ സാധ്യത വളരെ കുറവാണ്. അടുത്ത മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഈ എന്താ പറയാ, ഇപ്പോ ഇന്ന് 7-ാം തീയതിയായി. അപ്പോ നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ വേതനം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വരുമ്പോ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം എന്തായാലും ഈ മാസത്തോടു കൂടി മൊത്തമായിട്ട് തന്നു തീർക്കത്തുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പൊ ബാക്കി മേറ്റുമാരുടെ കൂലിയൊക്കെ അതായത് മാർച്ച് വരെയുള്ളത് ഫുള്ളായിട്ട് കൊടുത്താൽ, നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ December 15 ശേഷമുള്ള ഒറ്റ പൈസ കേരളത്തിന് കിട്ടിയിരുന്നില്ല. അപ്പൊ അത് മാർച്ച് ഒരു 15 വരെയൊക്കെ മേറ്റുമാര് പണിയെടുത്തതിന്റെ കൂലി ഫുള്ളായിട്ട് തന്നു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, ഈ മേറ്റുമാരെ കൂലി അടുത്ത മാസം, അതായത് ഈ മാസം ഇനി ഈ 7-ാം തീയതി ആയിട്ടൊന്നും ഒരു ഫണ്ടിന്റെ കാര്യം ആരും അറിയുന്നില്ല, കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഉണ്ടാവില്ലെന്നാണ് കരുതുന്നത്. ഈ മാസം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അടുത്ത മാസം എന്തായാലും നിങ്ങളുടെ കൂലിയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് എന്താ പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ നമ്മൾ അത് തീർത്ത് തരുന്നതാണ്. നമുക്കൊരു ചാനലുണ്ട്, ടെലിഗ്രാമിൽ ഒരു ചാനലുണ്ട്, NMS ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ചാനലിന്റെ പേര്. അപ്പൊ അതിൽ കയറിയിട്ട് ആർക്കെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്താ പറയാ, അതിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആർക്കെങ്കിലും മെസ്സേജ് അയക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ റിപ്ലൈ അതിൽ തരുന്നതാണ്. അപ്പോൾ നമുക്ക് കമന്റ് ചെയ്താലും നമ്മൾ കമന്റിനായിട്ട് മറുപടി കമന്റിലൂടെ തന്നെ നൽകുന്നതാണ്. അധിക കമന്റിന് മറുപടി നൽകിയിട്ടുണ്ട്. പിന്നെ NMS ആപ്പ് ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നില്ല. 3.2.2 എന്ന് പറയുന്ന വെർഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇത് പലരും പ്ലേ സ്റ്റോറിൽ നിന്ന് ഉപയോഗിക്കുന്ന വെർഷൻ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആപ്പിന്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി ആ ലിങ്ക് വെച്ചിരുന്നു. അത് ഡിലീറ്റ് ആയിപ്പോയി, കളിച്ചപ്പോൾ അത് ഞാൻ ഇപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ടെലിഗ്രാം നമ്മൾ ചാനലിൽ അതിന്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ആർക്കെങ്കിലും കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. അതായത് NMS ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് വർക്ക് ചെയ്യാത്തവർ മാത്രം അതിൽ കയറി ഇത് ചെയ്യാം. പിന്നെ എന്താ പറയാ, ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നം, നിങ്ങൾ പെർമിഷനൊക്കെ മീഡിയക്ക് സ്റ്റോറേജിനൊക്കെ പെർമിഷൻ കൊടുത്തിടാം. അതിൽ ചിലപ്പോൾ ജസ്റ്റ് ക്യാമറ പെർമിഷൻ മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവര് സ്റ്റോറേജിന് മീഡിയ അതിൽ എന്തൊക്കെ പെർമിഷൻ ചോദിക്കുന്നുണ്ടോ ആ പെർമിഷൻ ഒക്കെ അലോ ആക്കിയിടുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഒരു ചില ഫോണിലൊക്കെ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഫോട്ടോ ക്യാപ്ചർ ആവാൻ. അതിപ്പോ ചില ഫോണിൽ പെട്ടെന്ന് ക്യാപ്ചർ ആവുന്നുണ്ട്. അതായത് ചില ഫോണിൽ 1 മിനിറ്റ് കൊണ്ടൊക്കെ ക്യാപ്ചർ ആവും. അപ്പം ചില ഫോണിൽ കുറെ സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് എന്താ പറയാ, കുറച്ചു നേരം കിട്ടുന്നില്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ ഒന്ന് ഫേസിന് വെച്ചിട്ട് അവരോടൊന്ന് കണ്ണ് ചൊമ്പി തുറക്കാനൊക്കെ പറയാം.
അപ്പൊ അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്താൽ നമ്മൾ മറുപടി നൽകുന്നതാണ്. തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത്. ആർക്കെങ്കിലും താല്പര്യമുള്ള തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഓക്കെ, താങ്ക് യു.